ഗാന്ധിജിയെ നമ്മൾ ആദരിക്കുകയാണ്. ഗാന്ധിജിയെക്കുറിച്ച് നല്ലതേ നമ്മൾ പറയൂ. നമ്മുടെ നാട്ടിൻ്റെ ഇന്ത്യ രാജ്യത്തിൻ്റെ പിതാവ് എന്ന് നമ്മൾ ആ മനുഷ്യനെ പറയാം. പക്ഷേ അത് പാകിസ്ഥാനിലില്ല, സൗദി അറേബ്യക്ക് അങ്ങനെയില്ല, മറ്റുള്ള ഒരു രാഷ്ട്രങ്ങൾക്കും അങ്ങനെയില്ല. ലോകത്തിന് മുഴുവനും അനുഗ്രഹമല്ല, ഇന്ത്യക്കാർക്ക് വലിയ അനുഗ്രഹമാണ്. ഗാന്ധിജി ബ്രിട്ടീഷ് പട്ടാളക്കാരനോട് ശക്തമായി പടവെട്ടി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നിരാഹാരത്തിലൂടെയാണ്, അഹിംസയിലൂടെയാണ്. ആ ഒരു രീതിയിൽ അത് ശക്തമായ പടവെട്ടലാണ്, അത് ശാന്തമായ പടവെട്ടലാണ്. ആ ഒരു രീതിയിലാണ് ആ മനുഷ്യൻ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത്. നോക്കൂ നിങ്ങൾ, ഇന്ത്യക്കുള്ള ആളാണ്, ഇന്ത്യയിൽ വലിയ ആളാണ്, ലോകത്തിൻ്റെതല്ല. അമേരിക്കൻ പ്രസിഡന്റുമാർ ലോകത്തെ ഏറ്റവും വലിയ അധികാരം ചെങ്കോലേന്തുന്നവരാണ്. ഏറ്റവും വലിയ അധികാരം എന്ന് പറയുന്നത് വൈറ്റ് ഹൗസിന്റെ വലിയ ചെയറാണ്. ആ ചെയറിൽ ഇരിക്കുന്നവരാണ് ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യൻ. പക്ഷേ ലോകത്തെ ഏറ്റവും വെറുക്കപ്പെടുന്ന മനുഷ്യരായി മാറിയില്ലേ അമേരിക്കൻ പ്രസിഡന്റുമാർ? അത് ഇന്നോ ഇന്നലെയല്ല. ട്രംപ് ആണെങ്കിലും ബുഷ് ആണെങ്കിലും അതിലേക്ക് മുമ്പുള്ളവരാണെങ്കിലും വെറുക്കുന്നവരായി മാറി. എല്ലാവരും മനുഷ്യർ വെറുക്കുന്ന ഒരു ഭ്രാന്തന്മാരുടെ ശൈലിയിലുള്ളവരായി മാറ്റി, ഒരു നിലയും വിലയില്ലാത്തവരായി മാറിപ്പോയി. അവർ അമേരിക്കക്ക് തന്നെ ഒരു പക്ഷെ അംഗീകൃതമല്ല. നോക്കൂ നിങ്ങൾ, മഹാനായ പുണ്യനബി അങ്ങനെയല്ല. ഒരു ദേശത്തിന്റെ നേതാവിന് ഏത് വിശേഷണവും നൽകാം. അയാൾ നിങ്ങളുടെ രാജ്യക്കാരനോ സമുദായക്കാരനോ അല്ലെങ്കിൽ അവൻ നിങ്ങളുടെ നേതാവോ ഒന്നും ആവില്ല. ഏത് രാജ്യത്തിൻ്റെതും അവൻ്റേത് മാത്രമാണ്. പുണ്യ നബിയുടേത് അങ്ങനെയല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് അനുഗ്രഹമാണ്. തന്നെയുമല്ല, രണ്ടാമത്തെ ഒരു ഗുണം ലോകാനുഗ്രഹി, രണ്ടാമത്തെ ഗുണം സിദ്ധാന്തങ്ങൾ ലോകത്തിന് മാർഗദർശനമാവണമെന്നാണ്. മാർഗദർശനമാവണം. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ആ വലിയ മനുഷ്യൻ നൽകുന്ന ദർശനങ്ങളിൽ വേണം. ലോകത്തെ സകല ജനങ്ങൾക്കും ഗുണകരമാവണം. ഇത് ഒരു ലോകാനുഗ്രഹയുടെ വിഷയങ്ങളാണ്. അപ്പോഴേ ലോകാനുഗ്രഹിയാവും. നോക്കൂ നിങ്ങൾ, ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ച ഒരു സിദ്ധാന്തമാണ് വിശുദ്ധമായ ഖുർആൻ. അത് ഖിയാമത്ത് നാൾ വരെ ലോകത്തിന് മാതൃകയാണ്. ഏത് കാലഘട്ടങ്ങളിലും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അതിനകത്തുണ്ട്. ലോകത്തുള്ള സകല ജനങ്ങൾക്കും ഗുണമല്ലാതെ ഒരിക്കലും അവർക്ക് എതിരെ ഒന്നും ചെയ്തിട്ടില്ല. നീതിയുക്തമായ തീരുമാനങ്ങളാണ് ജാതി മത ഭേദമന്യേ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. നോക്കൂ നിങ്ങൾ, ഈ ഒരു രീതിയിൽ ലോകാനുഗ്രഹിയാണ് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ടാണ് ഖുർആൻ നിങ്ങളിലേക്ക് ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു. ലഖദ് ജാഅക്കും, നിങ്ങൾക്ക് വന്നിരിക്കുന്നു. റസൂലും മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരാൾ വന്നിരിക്കുന്നു, പ്രവാചകൻ. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ആ പുണ്യനബിക്ക് സഹിക്കാൻ പറ്റാത്തതാണ്, സഹിക്കാൻ കഴിയാത്തതാണ്. അത്ര രീതിയിൽ നിങ്ങളോട് സ്നേഹമുള്ള ആളാണ്. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, നിങ്ങളോട് എപ്പോഴും താല്പര്യം കാണിക്കുന്ന ആളാ, നിങ്ങളോട് കാരുണ്യം ചെയ്യുന്ന ആളാ. അതാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ. റഊഫുർ റഹീം, നിങ്ങളോട് കരുണ ചെയ്യുന്നവനാണ്, സ്നേഹമുള്ളവനാണ്. ഈ ഒരു കാരുണ്യം എന്ന് പറയുന്നത് ലോകത്തിന്റെ വലിയൊരു കാരുണ്യമാണ്. മഹാനായ നബി തങ്ങൾ പറഞ്ഞില്ലേ, ഇർഹമു മിൻ ഫർളി ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ, നിങ്ങൾ കാരുണ്യം ചെയ്യണം. ഇതാണ് ലോകാനുഗ്രഹി. ആരോടെന്നറിയോ? മുസ്ലിങ്ങളോടൊന്നല്ല, മനുഷ്യരോടൊന്നല്ല, മൃഗങ്ങളോടൊന്നും മാത്രമല്ല, സസ്യലതാദികൾ എന്ന് പറഞ്ഞാൽ മൻ എന്ന് പറഞ്ഞതിൽ എല്ലാവരും അതിനകത്ത് പെടും. എല്ലാവർക്കും നിങ്ങൾ കാരുണ്യം ചെയ്യണം. ഒരു ചെടി പോലും നിങ്ങൾ മുറിക്കരുത്. ഒരാളോട് നിങ്ങൾ അകാരണമായി മോശമായി പെരുമാറരുത്. കാരുണ്യരഹിതമായ രീതിയിലൊന്നും ഉണ്ടാവരുത്. ഇത് ലോകത്ത് പഠിപ്പിച്ചവരാണ് ലോകാനുഗ്രഹിയായ, ലോകത്തിന് കാരുണ്യവാനായ പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മഹാനായ നബിയുടെ കാര്യങ്ങൾ നോക്കൂ നിങ്ങൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു ദിവസം അബൂ ഹുറൈറ ഒരാൾ പറഞ്ഞു, നബിയോട് പറഞ്ഞു, നബിയെ, അബൂ ഹുറൈറ പറയണം, യാ റസൂലല്ലാഹ് ഉദുല്ലാഹൽ മുശ്രിക്കീൻ, നിങ്ങൾ അവിശ്വാസികൾക്ക് നിങ്ങൾ ദുആ ചെയ്യരുത്. എന്തിനാ വെറുതെ അവരൊക്കെ നമ്മൾ തൗഹീദിന് കുറെ പണിയെടുത്തിട്ട് അവർ എന്തെല്ലാം ചെയ്യുന്നത്? നിങ്ങൾക്ക് വലിയൊരായുധല്ല പ്രാർത്ഥന. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പിന്നെ അല്ലാതെ തട്ടുവോ? അതുകൊണ്ട് നിങ്ങൾ അവർക്കെതിരെ ഒന്ന് പ്രാർത്ഥിക്കണം, മുശ്രിക്കീങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കണം. മഹാനായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുന്നു. ഖാല, അടിവരടേണ്ട വാക്കുകളാണ് പുണ്യനബിയുടേത്. ഇന്നി ലം മുബഅസ് ലഅന വ ഇന്നമാ ബുഇസ്തു റഹ്മ, മറ്റുള്ള മതസ്ഥർക്ക് വേണ്ടി നിങ്ങൾ പ്രതികൂലമായി പ്രാർത്ഥിക്കണമെന്ന് പുണ്യനബിയോട് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്. എന്താണെന്നറിയോ? മഹാനായ നബി പറയാൻ, ഇന്നി ലം മുബഅസ് ലഅന,
ഞാൻ എന്നെ ശപിക്കുന്നവരായിക്കൊണ്ടല്ല എന്നെ അയച്ചത്. അവർ ശപിക്കാനോ അവർക്കത് പ്രാർത്ഥിക്കാനോ അങ്ങനെയല്ല എന്നെ അയച്ചത്. പിന്നെയോ എന്നെ കാരുണ്യമായി കൊണ്ടാണ് യോജിക്കപ്പെട്ടത്. ലോകാനുഗ്രഹി എന്ന് പറയുന്നത് മുശ്രിക്കീങ്ങൾക്കും അനുഗ്രഹമാണ്. അല്ലെങ്കിൽ ഇത് പ്രാർത്ഥിക്കുവാനോ പ്രാർത്ഥിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടാവില്ലേ? ഇത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ വൈശിഷ്ട്യമാണ്. യുദ്ധം ചെയ്യുമ്പോൾ വാള് കൊണ്ട് പടവെട്ടുകയാണ്. അവിടെ പോലും നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഖുർആൻ പറഞ്ഞില്ലേ, അധർമ്മം കാണിക്കരുത്, എടുത്ത് ചാടരുത്. അവരെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. ഒരു യുദ്ധവേളയിലായി പറയുന്നത്. അവിടെയും കാരുണ്യമായി യുദ്ധം ചെയ്യുന്നവർക്ക് എങ്ങനെ കാരുണ്യം എന്ന് ചോദിക്കൂല ചില ആളുകളും. അവിടെയും കാരുണ്യമാണ്. അവിടെ നോക്കൂ നിങ്ങൾ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറെ കാര്യങ്ങൾ നിരോധിച്ചു. മിൻ ഖത്ലിൻ നിസാ, നിങ്ങൾ പെണ്ണുങ്ങളെ കൊല്ലരുത്, പെണ്ണുങ്ങളെ നിങ്ങൾ കൊല്ലാൻ പാടില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, വസ്ബിയാൻ, നിങ്ങൾ കുട്ടികളെ നിങ്ങൾ കൊല്ലരുത്. നമുക്കറിയാം കാരുണ്യത്തിന്റെ ഒരു കടുക പോലും ഹൃദയത്തിന്റെ അടുത്തില്ലാത്ത, മനസ്സിനകത്തില്ലാത്ത, കൽബിലില്ലാത്ത സാക്ഷാൽ പാശ്ചാത്യ ലോകം നൂറുകണക്കിന് കുട്ടികളെയാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ബ്രഹ്മപുരിയിലേക്ക് അയച്ചത്. ഇറാനിൽ നമ്മളത് കാണുന്നതാണ്. കുട്ടികളോട് കാരുണ്യം ചെയ്യാൻ വേണ്ടി ലോകത്തോട് വിളിച്ചു പറഞ്ഞ പുണ്യ നബിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിൽ നമ്മൾ ആ പ്രവാചകന്റെ കാരുണ്യത്തിന്റെ മുഖം അത് എന്ത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കേണ്ട വേളയാണിത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, കുട്ടികളെ കൊല്ലരുത്. വൃദ്ധന്മാരുണ്ടാകും, വയസ്സന്മാരുണ്ടാകും. ആരും അറിയാതെ ഗസയിലേക്ക് ശക്തമായ ബോംബർ വിമാനങ്ങൾ അയച്ച് ബോംബിട്ടുകൊണ്ട് കൊന്നൊടുക്കുന്ന സാക്ഷാൽ ഹൃദയം മരവിച്ചു പോയ ആളുകളല്ലേ. കാരുണ്യമാണ് ഏറ്റവും വലിയത്. അവർക്കും മാതൃകയാണ് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. കുട്ടികളെ നിങ്ങൾ കൊല്ലരുതേ എന്ന് പറഞ്ഞത് ലോകരാഷ്ട്ര തമ്പുരാക്കന്മാർക്ക് മുഴുവനും മാതൃകയാണ്. എല്ലാവർക്കും അത് വലിയ മാതൃകയാണ്. പുണ്യ നബി പറയാ കൊല്ലരുത്. അല്ലാതെ കുറെ വിഷയങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ബലഹീനന്മാരുണ്ടാകും. മഠങ്ങളിലുള്ള ഉസ്താദുമാര്, അവരുടെ ഉസ്താദുമാരുണ്ടാകും, അത് അവിടെ മഠാധിപതികൾ ഉണ്ടാകും. അവരൊന്നും നിങ്ങളൊന്നും ചെയ്യരുത്. ഇങ്ങനെ കുറെ വിഷയങ്ങൾ പറഞ്ഞു. വെറുതെ നിങ്ങൾ മൃഗങ്ങളെ കൊല്ലരുതേ എന്ന് പറഞ്ഞത് മൃഗങ്ങളോടുള്ള കാരണമാണ്. ലോകത്തിന് അനുഗ്രഹമാണ്, ലോകാനുഗ്രഹിയാണ്. അത് മനുഷ്യർക്ക് മാത്രം പോരാ, മൃഗങ്ങൾക്കും അത് വേണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊന്ന് പറഞ്ഞത്, വള്ളങ്ങൾ നശിപ്പിക്കാൻ പാടില്ല, കിണറുകൾ തൂർക്കാൻ പാടില്ല, അതുപോലെ തന്നെ മരങ്ങളൊന്നും മുറിച്ചു കളയാൻ പാടില്ല. മരങ്ങളൊന്നും മുറിച്ചു കളയരുത്. അത് പുണ്യനബി പഠിപ്പിച്ചതാണ്. ഇതേപോലെ ഇഷ്ടം പോലെ നമുക്ക് കാണാവുന്നതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഈ ചില ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട്, കുതിരപ്പുറത്ത് കയറിയിരിക്കാറുണ്ട്. എന്നാൽ അതിൻ്റെ പുറത്ത് ഇങ്ങനെ കയറി വിശ്രമിക്കലും യാത്രക്ക് ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ പുറത്ത് ഇറങ്ങാതിരിക്കുന്ന ആളുകളുണ്ട്. അവരോട് പറഞ്ഞത്, നിങ്ങൾ അവരെ ഉപേക്ഷിക്കുക. നിങ്ങൾക്കുള്ള കുർസികളല്ല എന്ന് മൃഗങ്ങൾക്ക് നിങ്ങൾ അവർക്ക് സന്തോഷം നൽകണം, അവർക്ക് വിശ്രമിക്കാൻ ഇടം നൽകണം. അത് നിങ്ങൾക്കുള്ള കസേലകളല്ല എന്ന് പറഞ്ഞത് ഈ മൃഗങ്ങളോടുള്ള പ്രവാചകന്റെ കാഴ്ചപ്പാടാണ്. അപ്പോഴേ ലോകാനുഗ്രഹിയാവുകയുള്ളൂ എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തിന്റെ മുഖം അത് നീണ്ടു കിടക്കുകയാണ്. മൃഗങ്ങളാണെങ്കിലും ജമാദാത്തുകളാണ്, ജീവനില്ലാത്തതാണെങ്കിലും ഒക്കെ ഈ വിഷയത്തിൽ വലിയതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കുട്ടികളെ നിങ്ങൾ സ്നേഹിക്കണം. അത് വലുതാണ്. അത് സ്നേഹിച്ചു നിങ്ങൾ അവരോട് കാരുണ്യമുണ്ടായെങ്കിൽ ലോകത്ത് ഒരാൾക്കും ഒരു കുട്ടിയെയും എവിടെയും കൊല്ലപ്പെടില്ലായിരുന്നു. നാഗസാഖിയിലും മറ്റുമൊന്നും ഒരു വലിയ രീതിയിലുള്ള സ്ഫോടനത്തിലൂടെ കുറെ ആളുകൾ കൊന്നൊടുക്കപ്പെടില്ലായിരുന്നു. ഇതൊക്കെ കാരുണ്യം വറ്റിപ്പോയ മനസ്സിന്റെ ഉടമകളിൽ നിന്ന് നിർഗളിക്കുന്ന വലിയ ആപത്തുകളാണ് ലോകത്ത് നമ്മൾ കാണുന്നത്. അവിടെയാണ് ഈ കാരുണ്യത്തിന്റെ മുഖത്തിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ നബി പറഞ്ഞില്ലേ, മല്ലം യുവക്ർ സഗീറനാ മല്ലം യർഹം സഗീറനാ വലം യുവക്ർ കബീറനാ ഫലൈസ മിന്നാ എന്ന് പറഞ്ഞു. നമ്മൾപ്പെട്ടവനല്ല, ഫലൈസ മിന്നാ, നമ്മൾപ്പെട്ടവനല്ല. കുട്ടികളെ സ്നേഹിക്കാത്തവൻ, അതുപോലെ വലിയവരെ ആദരിക്കാത്തവൻ, ഇതൊന്നും നമ്മൾപ്പെട്ടവരല്ലെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അവിടെ നിന്ന് അവസാനിച്ചിട്ടില്ല. മൃഗങ്ങളെ നിങ്ങൾ വെറുതെ ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞു, കൊല്ലരുത് എന്ന് പറഞ്ഞു. അതിൽ ആരൊക്കെ പെട്ടു എന്നുള്ളത് നിങ്ങൾ, വവ്വാലുകൾ പെട്ടു, അതേപോലെ തന്നെ തവളകൾ പെട്ടു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ലാ തഖതുൽ ലഫാദിയ, നിങ്ങൾ തവളകളെ കൊല്ലരുത്. തവളല്ലേ, നിസാരമായ ജീവിയല്ലേ,
അതെന്തിനാ വെറുതെ എന്ന് വിചാരിച്ച് കൊന്നുകളയരുത്. റോട്ടിലൂടെ നിങ്ങൾ വാഹനം ഓട്ടി പോകുമ്പോൾ റോട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കുന്ന തവളകൾ ഉണ്ടാകും, ചെറിയ ചെറിയ ജീവികൾ ഉണ്ടാകും. അവരെ മൈൻഡ് ചെയ്യാതെ പോകരുത് എന്നുള്ള സന്ദേശമാണ് കാരുണ്യത്തിന്റെ മുഖമായ പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 14 മുമ്പ് ലോകത്ത് പഠിപ്പിച്ചു കൊടുത്തത്. എൻ്റെ വലിയ പോർച്ചുനർ കാറുമായി അല്ലെങ്കിൽ വില പിടിപ്പുള്ള കാറുമായി പോകുമ്പോൾ എന്ത് തവള എന്ന് ചിന്തിക്കരുത്. അതിന് വലിയൊരു കാരുണ്യത്തിന്റെ മുഖം പുണ്യനെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ തവളകളെ കൊല്ലരുത്, നിങ്ങളത് കൊല്ലാൻ പാടില്ല. തവളകളെ നിങ്ങൾ കൊല്ലാൻ പാടില്ല. അവരെ കൊന്നാൽ അതിന്റെ ആ നഖീഖുണ്ടല്ലോ, അതിന്റെ ശബ്ദം, ആ ശബ്ദം ഉണ്ടല്ലോ, അത് തസ്ബീഹാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. റോഡിലൂടെ മഴക്കാലമൊക്കെ ആകുമ്പോൾ ചെറിയ ചെറിയ ജീവികൾ ഉണ്ടാകും. എന്ത് കണ്ടാലും അവന്റെ കാല് ബ്രേക്കിൽ ചവിട്ടി അമരണം. ഈ ഒരു വലിയ ജീവൻ ഒരു വലിയ വില നമ്മൾ കൽപ്പിക്കണം. ഇത് പഠിപ്പിച്ചത് 14 നൂറ്റാണ്ട് മുമ്പ് ലോകാനുഗ്രഹിയായ പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. വലാ തഖ്തുൽ ഖഫാഷ്, അതോട് കൂടി ഒന്നും കൂടി പറഞ്ഞു, നിങ്ങൾ വവ്വാലുകളെ നിങ്ങൾ കൊല്ലരുത് എന്ന് പറഞ്ഞു. ബൈത്തുൽ മുഖദ്ദസ്, ആ ബൈത്തുൽ മുഖദ്ദസിൽ നിറയെ വവ്വാല് ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അത് തകർത്തപ്പോൾ ചില ആളുകൾ തകർക്കാൻ വേണ്ടി വരുമ്പോഴേക്ക് ആ വവ്വാലുകളാണ് അവർക്കത് ഉണ്ടായിരുന്നത് എന്ന് ചരിത്രങ്ങൾ കാണാവുന്നതാണ്. ഞാൻ പറയുന്നത് മൃഗങ്ങളോടുള്ള കാരുണ്യത്തിന്റെ മുഖമാണ്. ഇനിയാണെങ്കിലോ കൊടിയ ശത്രുക്കളാണെങ്കിൽ പോലും അവരോടും നിങ്ങൾ ഈ സ്നേഹപ്രകടനം കാണിക്കണം എന്നുള്ളതിന്റെ ഉദാഹരണമാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് കാണിച്ചത്. ലോകത്തോട് സ്വന്തം മാറ്റിയോടിക്കപ്പെട്ട വിഭാഗമാകുന്ന മക്കയിലെ കുഫാറുകളെ തിരിച്ചു പിടിച്ചു വന്ന് കരവലയത്തിൽ ഒതുക്കി ചങ്ങലയിൽ ബന്ധിതനാക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ, അവരെ പിടിച്ചു തൂക്കിലേറ്റാനുള്ള സകല സർവ്വസായുധ സന്നാഹത്തോടുകൂടി വന്നപ്പോൾ പുണ്യ നബി അവരോട് പറഞ്ഞു, മുട്ടുകാലികൾ പരസ്പരം മടിച്ചുകൊണ്ട് വറച്ച് മരണം മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുന്നവരോട് പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങളൊക്കെ മോചിതരാണ്. ഇത് പറയാൻ കാരുണ്യം മൂത്തിന്റെ മുഖമില്ലാതെ, കരുണയില്ലാത്ത ഒരാൾക്ക് പറയാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ട്? ഈ ഒരു വിഷയമൊക്കെ പറയുന്നത് വലിയ ശത്രുത മനോഭാവമുള്ള ആളുകളാണ്. അവരോട് പോലും ഇങ്ങനെയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ട് മഹാനായ നബി ലോകത്തിന്റെ കാരുണ്യമാണ്.